നമസ്കാരം, ഞാൻ ലിറ്റി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ്. 2,50,000 ഹെക്ടർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഫെൽബ്രിക് ഹാൾ. ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹിസ്റ്റോറിക്കൽ ഹോമുണ്ട്, ഒരു ചർച്ചുണ്ട്, പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, വലിയ ഗാർഡൻ ഉണ്ട്. എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. നമുക്കകത്തേക്ക് പോകാം. ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു വലിയ പാർക്കിംഗ് പ്ലേസ് തന്നെയുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിംഗ് പ്ലേസ് കിടപ്പുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് പോര്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ലോൺ ഫുള്ള് ഈ പറയുന്ന 2,50,000 ഹെക്ടർ ഭൂമിക്കകത്ത് പെടുന്ന ഭാഗങ്ങളാണ്. ഇത് ശരിക്കും ഇംഗ്ലണ്ടിൻ്റെ തന്നെ ഒരു പ്രൗഡ് എന്ന് വേണമെങ്കിൽ പറയപ്പെടുന്ന സ്ഥലമാണ്. പിന്നെ ഇത് സമ്മർ സീസണാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫെൽബ്രിക് ഹാളിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റും കാർ പാർക്കിംഗ് ഫീ ഒക്കെ ഞങ്ങൾ അടച്ചു കഴിഞ്ഞു. ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത് ഗാർഡൻ്റെ എൻട്രൻസിലാണ്. നമുക്ക് ഇവിടുന്ന് എൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. എല്ലായിടത്തും നല്ല ചെടികളും പൂക്കളും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ബെഞ്ചസ് ഉണ്ട്. നമുക്ക് നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനായിട്ട് എല്ലാ സ്ഥലത്തും ഇതുപോലെ ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷീണിക്കുമെന്ന് ആരും പേടിക്കണ്ട, നേരെ ഇങ്ങോട്ട് പോര്. ഞാനിപ്പം നിൽക്കുന്നത് ലാവൻഡർ ചെടികൾക്കിടയിലൂടെയാണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ ലാവൻഡർ ചെടിയല്ലേ? പല നിറങ്ങളിലായിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട്. അതിന് നടുക്കായിട്ട് ഒരു ആപ്പിൾ ട്രീ ഉണ്ട്. ഇവിടുത്തെ വോളിൽ ഫുള്ള് റോസപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ചെറിയ കിളിവാതിലിനകത്തോടെ 2 പ്രാവ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വോളിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്ലാന്റ്സും ആപ്പിളും പിയറുമാണ്. അതിലെല്ലാം ഫ്രൂട്ട്സ് ഉണ്ട്. ഇംഗ്ലണ്ടിൽ വന്നിട്ട് വാഴച്ചെടിയും താമരപ്പൂ ഒന്നും കണ്ടില്ല എന്ന് ഇനി പറയണ്ട. ഇവിടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എല്ലാം വാഴ നിൽപ്പുണ്ട്. ഞാൻ ഈ തൊട്ടുകൊണ്ട് നിൽക്കുന്നതാണ് ഹെഡ് ഏക്ക് ട്രീ. അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ട്രീ ഇതാണ്. ഇനി ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് ഒരുപാട് ഗാർഡൻ ഉണ്ട്. പക്ഷെ നമുക്ക് സമയം കുറവായതുകൊണ്ട് നമുക്ക് നേരെ ഹിസ്റ്റോറിക് ഹോമിലേക്ക് കിടക്കാം. അങ്ങനെ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് കുറേ ദൂരം നടന്നിട്ട് ഞങ്ങളിവിടെ ഫെൽബ്രിക് ഹാളിലെ ഹിസ്റ്റോറിക് ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഹിസ്റ്റോറിക് ഹൗസ്. കുറേ റിനോവേഷൻ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഹൗസിനുള്ളിലേക്ക് കടക്കാം. ഞാനിങ്ങനെ അകത്ത് കയറി. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ജേക്കബിയൻ വാസ്തുവിദ്യയ്ക്കും പിന്നെ ജോർജിയൻ ഇൻറ്റീരിയറിങ്ങിനും പ്രസിദ്ധമായിട്ട് പേര് കേട്ട ഒരു ഹൗസാണിത്. ഇന്ന് ഒരുപാട് പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ആരുടെയും പിക്ചർ ക്യാപ്ചർ ചെയ്യാതെ തന്നെ വളരെ സൂക്ഷിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫോട്ടോസ് ഇവിടുത്തെ ഭിത്തിയിലുണ്ട്. അതെല്ലാം വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം.
ഇംഗ്ലണ്ടിലെ 3 സമ്പന്ന കുടുംബങ്ങൾ ചേർന്ന് അന്ന് 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ കൊട്ടാരവും അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളുമൊക്കെ ഇന്നത് നാഷണൽ ട്രസ്റ്റിൻ്റെ ഭാഗമാണ്. ഇതിൽ ഒരുപാട് ഛായാചിത്രങ്ങൾ എൻ്റെ ബാക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. അതും തടിയിൽ ചേർന്നുള്ള ഒരുപാട് കരകൗശല വസ്തുക്കളും എല്ലാം നമുക്കിതിനകത്ത് കാണാം. നല്ല ഭംഗിയാണ്. ഇംഗ്ലണ്ടിലെത്തുന്ന ടൂറിസ്റ്റുകൾ പറ്റിയാൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഗ്ലാസ് പെയിൻറ്റിങ്സ്. ഇവിടെ എല്ലാ ഗ്ലാസ്സിലും ഓരോരോ പിക്ചറുകളുണ്ട്. ഇതാണ് ഇവിടുത്തെ ലൈബ്രറിയുടെ എൻട്രൻസ്. പ്രസിദ്ധരായ എഴുത്തുകാരനായിട്ടുള്ള റുഡ്യാർഡ് കിപ്ലിങ്സ്, ജോർജ് ബെർണാഡ് ഷാ എന്നിവരൊക്കെ കൂടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായ ലൈബ്രറിയാണിത്. ഒരുപാട് വർഷം പഴക്കമുള്ള പുസ്തകങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കം ചെന്ന ബെഡ്റൂമാണിത്. പക്ഷേ അവർ അതെത്ര ഭംഗിയായിട്ടാണ് അത് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ്. നല്ല ക്ലീനാണ്, നീറ്റാണ്.
ഇത് റിയൽ ബേഡ്സിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഓരോ ഷോക്കേസിലായിട്ട് ഇങ്ങനെ നിറയെ പക്ഷികളുടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫെൽബ്രിക് ഹോളിലത്തെ ആ പുരാതന കുടുംബം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ പുറത്തോട്ടിറങ്ങി. റൈറ്റ് സൈഡ് കാണുന്ന കണ്ടോ, ഷീപ്സ് ഒരുപാടുണ്ട് ഈ പ്രദേശത്ത്. ഇവിടുന്ന് അങ്ങോട്ട് പുറകോട്ട് കാണുന്ന മുഴുവൻ കാടുകളാണ്. കുറച്ച് നമുക്ക് നടക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അതിപുരാതനമായ വെൽബ്രിഗ് ചർച്ചിലെത്തി. കുറേ നടന്നതിന് ശേഷം ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പള്ളിക്കകത്തോട്ട് പോകാവേ.
അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളിന്ന് ഫെൽബ്രിക് ഹാള് കണ്ടു, അവിടുത്തെ മ്യൂസിയം, ഗാർഡൻ, ചർച്ച് എല്ലാം കണ്ടു. ഇനിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം പ്ലീസ്. താങ്ക്